എല്ലാ ആയിഷാണല്ലോ ഇപ്പൊ മിക്കടിക്കുന്നത്. വരോളാണ് ഫോണിന്റെ പണി. ആയിഷോ ആയിഷോ എന്താ ഇവിടെ വാ ചോദിക്കട്ടെ. എന്താ കദീശോ? എല്ലാ മരോള് വന്നിട്ട് ഇതെന്താണ് പണിയൊക്കെ എടുക്കണത്? ആ കുട്ടിക്ക് ഒന്നും അറിയില്ലാന്നേ. പിന്നെ പഠിക്കണോടത്തുന്നല്ല അതിനെ കെട്ടിച്ചു കൊടുക്കുന്നത്. ആ പേരും പറഞ്ഞിട്ടേ ഇത് അതിനെ കൊണ്ട് ഒരു പണി എടുപ്പിക്കാതായിട്ടുണ്ടെങ്കില് ആ പെരയിൽ എനിക്ക് ഒരു മാടിന്റെ വില ഉണ്ടാവില്ല. എന്നാലേ ഞാൻ പോവുകയാണ്. കോഴിക്കളെ പുറത്ത് വിട്ടിട്ടില്ല. ആ എന്നാ ശരി. അല്ല ഇജ് ഞാൻ 24 മണിക്കൂറും ഫോണിലും കളിച്ചിരുന്ന ഈ വീട്ടില് പിന്നെ പണിയൊന്നും എടുക്കണ്ടല്ലോ. ഇന്നെന്ത് ഈ പറയണത്? ഞാൻ 24 മണിക്കൂർ ഫോണിൽ കളിക്കാൻ, എനിക്ക് ഇവിടെ വേറെ പണിയൊന്നും ഇല്ലേ? ഓ ഭയങ്കര പണിയെടുക്കലാണല്ലോ ഇവിടെ. ഇതിനിപ്പോ എന്താ പറ്റി? എടി ഒരു കുഴപ്പമില്ലാത്ത അമ്മായിമാക്ക് പെട്ടെന്ന് പ്രഷർ കയറിയടി. എടി എന്നാ പെട്ടെന്ന് ഡോക്ടറെ കാണിക്ക്. എടി പോത്താതല്ല. ആ കാര്യം മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ്. ഉമ്മ ഒന്ന് ഇങ്ങോട്ട് പറയുമ്പോളേ 4 തിരിച്ച് അങ്ങോട്ടും പറ. എടി എന്റെ അമ്മായിമാനെ ഒതുക്കിയതേ ഞാൻ അങ്ങനെ. ശരി എന്നാ ഈ വെക്ക്. ഇനിയിപ്പോ എന്താ കാട്ടണം? പാത്രം കഴുകിയതൊന്നും ഒരു വൃത്തിയില്ല. സ്വന്തം വീട്ടില് പഠിപ്പാണ് ഇതൊക്കെ. ആ ഇമ്മാന്റെ വീട്ടിലെ പഠിപ്പാണില്ലേ ഉമ്മ ഇങ്ങനെ പറച്ചില്. അതെ നല്ലോണം അങ്ങോട്ട് അടിച്ചു വാരി. ഇന്ന് ഉമ്മ തന്നെ അടിച്ചു വാരിക്കോളി. ഹലോ എനിക്കിവിടെ നിക്കാൻ വയ്യ ഉമ്മ. അതെന്താ മോളെ? ഈ തള്ളന്റെ സ്വഭാവം തീരെ പിടിക്കണില്ലക്ക്. ആരോടാ സംസാരിക്കണേ? ആരമ്മ? അത് ഷെറിമോളാണ്. ആ ഫോൺ എടുത്ത്. ആ ഞാൻ സംസാരിക്കാം. ഹലോ എന്താടി? ഇത്ത ഇവിടുത്തെ ഉമ്മാന്റെ സ്വഭാവം തീരെ ശരിയില്ല. എടി ഞാനൊരു കാര്യം പറയാ, നീ അതുപോലെ ചെയ്യോ? എന്ത് കാര്യം? അതെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞാലേ 4 തിരിച്ച് അങ്ങോട്ടും പറയാം. അല്ലാതെ ഈ തള്ളന്മാരുടെ ഇടയിലേ നിൽക്കാൻ കുറച്ച് പാടാണ്. എന്നാ ശരിയടി ഞാൻ വെക്കാണേ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നീ ചെയ്തോട്ടാ. എന്നാ ശരി.